ഹായ് കൂട്ടുകാരെ, ഇന്ന് എനിക്ക് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്, വരിക്കച്ചക്കപ്പഴം. ആ വരിക്കച്ചക്കപ്പഴം വെച്ച് നമുക്ക് എങ്ങനെ ഒരു 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനൊരു പൊരിപ്പുണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ചക്കമടലെല്ലാം കളഞ്ഞിട്ട് ചക്കയുടെ ചകണി കളയാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് അത് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ചക്ക പൊരി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ ചക്കയുള്ള സീസണിലല്ലോ നമുക്കിപ്പം ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പം ചക്കപ്പഴം കിട്ടിയപ്പോൾ ഒന്ന് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കയുടെ ചവണിയെല്ലാം കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മാവ് റെഡിയാക്കാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാവ് റെഡിയാക്കാം. മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ നമുക്ക് കുറച്ച് മൈദമാവ് എടുക്കാം. മൈദമാവ് എടുത്ത് അതിനകത്തൊരു 2-3 തവി മാവിട്ട് കൊടുക്കാം. അതൊന്ന് അരിച്ചെടുത്തിട്ട് പിന്നെ കട്ട വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറും. അതുകൊണ്ട് കൂടെ തന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടി ഇതിൻ്റെ കൂടെ അരിച്ചെടുക്കാം. ഒരു തവി മാവ് മൈദയിലും അരിപ്പൊടിയിലോട്ട് നമുക്ക് സ്വല്പം പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര, ഇച്ചിരി ഉപ്പും എല്ലാം കൂടി ഇട്ട് നമുക്ക് അത് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കത് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. നല്ല വൃത്തിയായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാവിൻ്റെ എല്ലാ വശത്തും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതെല്ലാം ചെല്ലണം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം. കട്ടയൊന്നും ഇല്ലാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാറ്ററിനകത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്തത് നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ്, ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി. മാവ് ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ തിളച്ചപ്പോഴത്തേക്ക് നമുക്ക് ആ ചക്കപ്പഴം എടുത്ത് മാവിൽ മുക്കി എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. പൊരിക്കാൻ വേണ്ടിയിട്ടേ. ഒരു വശം ഇപ്പം മൂത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതിൽ എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടന്നത് വേവണം. എളുപ്പമാവും. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി എടുക്കാം. എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അതെല്ലാം കോരി എടുത്തിട്ട് നമുക്ക് ഇനി ബാക്കിയിരിക്കുന്നതും കൂടെ എണ്ണയ്ക്കകത്ത്. അങ്ങനെ ഒരു ട്രിപ്പ് ഇവിടെ എല്ലാം വറുത്ത് കോരി നമ്മൾ എടുത്ത് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്നതും കൂടെ നമുക്ക് ചുട്ടെടുത്തോണ്ട് വരാം. അങ്ങനെ ചക്കപ്പൊരിയെല്ലാം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് കഴിച്ചു, ഇനി കഴിക്കാനിരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബായ്. സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.